ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത് കിൽഡെയർ വില്ലേജിലേക്കാണ് കേട്ടോ. അവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഫാമിലി ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. ഡബ്ലിനിലുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കൂടെയുള്ള കസിൻസൊക്കെ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വരണം എന്നുള്ളതും ഷോപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ എനിവേ ഞങ്ങൾ ഈവനിങ് ആണ് വന്നത്. കാരണം ക്രിസ്മസിൻ്റേതായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ അഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നേരത്തെ ഇരുട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 4:30 ആ ടൈം 4:30-5 ടൈമിലൊക്കെയാണ് കേട്ടോ വന്നത്. അപ്പം നമുക്ക് ലൈറ്റും കാണാം. ഷോപ്പൊക്കെ ഏകദേശം ഒരു 7:30 ആകുമ്പോഴേ ക്ലോസ് ചെയ്യത്തുള്ളായിരുന്നു. അങ്ങനെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. നല്ല വലിയ സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ പാർക്കിങ്ങിനായിട്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്നതിലും നല്ല വിലക്കുറവിലാണ് നമുക്കിവിടെ സാധനം കിട്ടുന്നത്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്ക് എന്താ പറയുക, മേക്കപ്പിനായിട്ടുള്ള സാധനങ്ങൾ, ക്ലോത്ത്സ്, ഷൂസ്, ജാക്കറ്റ്സ്, അങ്ങനെ എല്ലാം നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ്. പക്ഷേ എല്ലാം നല്ല വിലയുണ്ട് ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ നമുക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പം നമുക്ക് ഇയർലി നമ്മൾ ഇവിടെ ഇവിടെ വന്ന് നമുക്ക് വേണ്ട ജാക്കറ്റും ഷൂസും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് എന്തുകൊണ്ട് ലാഭമാണ്. കാരണം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാനായിട്ടും ഒക്കെയുള്ള നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നല്ല തിരക്കും അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. എത്ര തണുപ്പാണെങ്കിലും തിരക്കിന് ഒരു കുറവും ഇല്ല കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സ്ഥലമൊക്കെ കാണാനായിട്ട്. അപ്പം നമുക്ക് കുറച്ച് നടന്നിട്ട് വരാം.
അവർ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നതാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാവോ, സാൻഡൽസും ബാഗും അങ്ങനെ ഓരോന്നൊക്കെ കാണാനായിട്ട്. ഈ ഫോൺ കണ്ടോ, നല്ല വെൽവെറ്റ് ടൈപ്പിൽ അവരിങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നതാണ് കേട്ടോ. വർഷം കഴിഞ്ഞ് പുതിയൊരു വർഷം തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ 2024 സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇവർ ക്ലിയറൻസിന് വെക്കും കേട്ടോ. അപ്പം നല്ലൊരു പെർസെൻറ്റേജ് ഓഫും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഷൂസ്, ജാക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കുന്നത് ഭയങ്കര ലാഭമാണ് കേട്ടോ. എല്ലാം ചിലപ്പോൾ 50%, ചിലപ്പോൾ 70% ഒക്കെ ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ചുകൂടെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി നമുക്ക് നടക്കാം. പക്ഷേ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്നും കാണാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഇറങ്ങിയതും ഈവനിങ് ടൈമിലാണല്ലോ, അതുകൊണ്ട് ലൈറ്റൊക്കെ കാണാൻ പറ്റി. പക്ഷേ കൂടുതലും ഷോപ്പും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങിയിരുന്നു കേട്ടോ.
തണുപ്പായിരുന്നു കേട്ടോ. ഇതിൻ്റെ വായിൽ നിന്നൊക്കെ ഇങ്ങനെ ആവി ഇങ്ങനെ പറക്കുവാണ്. അങ്ങനെ ഷോപ്പുകളൊക്കെ ഏകദേശം ഇങ്ങനെ ഓരോന്നായിട്ട് ക്ലോസ് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ. ഒരുപാട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റി. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ ഷോപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ അവിടെ എല്ലാം നടന്ന് കണ്ടതിന് ശേഷം വീട്ടിൽ തിരിച്ചു പോയി. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വീട്ടിൽ പോണതിന് മുന്നായിട്ട് നമ്മൾ ഒന്നുകൂടെ വന്നായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ലിൻഡോറിൻ്റെ ഷോപ്പൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല തലേദിവസം വന്നപ്പം. ഞങ്ങളൊരു വാച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ തിരിച്ചൊന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ് ലിൻഡോറിൻ്റെ ചോക്ലേറ്റ് ഷോപ്പിലൂടെ കയറി നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ഇതിനകത്തൊക്കെ പിള്ളേർ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനേ ഇല്ല. ഇതുപോലെ ഇഷ്ടം പോലെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കിൽഡെയർ വില്ലേജ്.
കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.